ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് റോഡിലാണ് മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം നടക്കുക. വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിപുലമായ കവറേജ് 24 ഉണ്ടാകും. മൂന്ന് മുന്നണികളുടെയും ആവേശത്തിന്റെ, അവരുടെ ആഘോഷത്തിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മിയിലേക്കാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ മറ്റു പ്രതിനിധികൾ വിപിൻ സി വിജയൻ, ശ്രീകുമാരൻ, ആർ ശ്രീജിത്ത്, അതുപോലെ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ, പാലക്കാട്ട് നിന്ന് തനേഷ് തമ്പി എന്നിവരൊക്കെ ഈ മുന്നണികളുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പങ്കുവെക്കും. ആദ്യം ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മി, വലിയ വിവാദങ്ങളൊക്കെ കണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം അത് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഈ മണിക്കൂറിൽ മൂന്ന് മുന്നണികളുടെയും പ്രചാരണം ഏതു തരത്തിൽ, കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ ഏതു തരത്തിൽ? ഹാഷ്മി. ഉറപ്പായും പാലക്കാട് ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രചാരണ മാമാങ്കത്തിലാണ് ഈ പറയുന്ന ഒരു 1.5 മാസക്കാലം പൂർത്തിയായത്. അത് ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഇത്രത്തോളം വീറും വാശിയും വാക്പോരും നിറഞ്ഞ അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു പ്രചരണകാലം പാലക്കാട് ഉണ്ടായിട്ടില്ല. ആ പ്രചരണകാലത്തിനൊടുവിൽ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. കലാശക്കൊട്ട് കേവലം ഒരു പ്രചാരണ സമാപ്തി എന്ന നിലയ്ക്കല്ല മുന്നണികൾ കാണുന്നത്. അവർ അവരുടെ ശക്തിപ്രകടനമായി തന്നെ ഉദ്ദേശിക്കുന്നു. റിജിത്ത്, ഇവിടെ കൊട്ടിക്കലാശ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. UDF ആവട്ടെ ഒലവക്കോട് തുടങ്ങി നിരഞ്ജൻ റോഡ്, സ്റ്റേഡിയം റോഡിൽ സമാപിക്കാൻ പോകുന്നു. LDF ആവട്ടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങി സുൽത്താൻപേട്ട സിഗ്നൽ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പോകുന്നു. BJP മേലാമൂരിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നു. ഉച്ച കഴിയുമ്പോഴേക്കും, അല്പസമയം കഴിയുമ്പോഴേക്കും ആ സ്റ്റേഡിയം ജംഗ്ഷൻ പരിസരം മുന്നണികളുടെ ഒരു ശക്തിപ്രകടനത്തിന്റെ വേദിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അവസാന ദിവസമാണ്. ഇപ്പോ 13-ന് 20-ാം തീയതി വരെ അവർക്ക് തീയതി നീട്ടിക്കിട്ടിയെങ്കിലും അവസാന ദിവസവും പരമാവധി വീട് കയറാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. നമ്മൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിരുന്നു. UDF സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ പറയുന്ന കെ സുരേന്ദ്രന് വേണ്ടിയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ച് തുടങ്ങി ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്ത് ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉറപ്പായും ലീഗുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പിണറായി വിജയന്റെ പ്രസ്താവന ഏറ്റവും അവസാന ദിവസം രാഷ്ട്രീയ ചർച്ചയാക്കുന്നുണ്ട് UDF. നമ്മൾ കണ്ടു റിജിത്ത്, PK സാൻ LDF ക്യാമ്പിലേക്ക് മാറിയ ട്വിസ്റ്റ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുന്നത് മുതൽ ട്വിസ്റ്റോട് ട്വിസ്റ്റുള്ള ഒരു വലിയ വീറും വാശിയുമുള്ള പ്രചരണ ദിവസങ്ങൾക്കൊടുവിൽ ഇങ്ങോട്ട് കൊട്ടിക്കലാശം എത്തുന്നു. കൊട്ടിക്കലാശത്തെ പരമാവധി ആവേശകരമാക്കാനും പരമാവധി പ്രവർത്തന പങ്കാളിത്തം ഉറപ്പാക്കാനും മൂന്ന് മുന്നണികൾ ശ്രമിക്കുകയാണ്. അല്പസമയത്തിനുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ UDFന്റെ പ്രചരണ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത്. സന്ദീപ് വാര്യർ വന്നതിന് പിന്നാലെ മറ്റു ചില നേതാക്കൾ കൂടി കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു എന്ന വളരെ ശക്തമായ സൂചനകൾ കൂടി മണിക്കൂറിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ പുതിയ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുകൂടി പാലക്കാട്ടെ പ്രചരണ രംഗം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക എന്നുള്ളത് മൂന്ന് മുന്നണികൾക്കും അചിന്ത്യമായ കാര്യമാണ്. അവർക്കിത് ഡു ഓർ ഡൈ ബാറ്റിലാണെന്ന് ഉറപ്പായും പറയാം. അത്രത്തോളം ആ ഡു ഓർ ഡൈ ബാറ്റിലിന്റെ ആ നിർണായകത്വ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത്രത്തോളം തീക്ഷ്ണമായ പ്രചരണ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു കാര്യം ഉറപ്പായും പറയാം റിജിത്ത്, പാലക്കാട് അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ട ഏറ്റവും ആവേശമേറിയ ഒരു കലാശക്കൊട്ടിനാകും, ഒരു കലാശപ്പോരിനാകും ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ദൃശ്യമാകാൻ കഴിയുക. എല്ലാ ഒരുക്കങ്ങളുമായി നമ്മളിവിടെ പൂർണ്ണമായി സജ്ജമാണ് റിജിത്ത്.